അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായി വരുന്നു അരുൺ മുണ്ടക്കയം. അരുൺ മുണ്ടക്കയത്തു നിന്നാണോ വരുന്നത് ഇപ്പൊ? ഓക്കെ, മുണ്ടക്കയത്തു നിന്ന് ഇവിടെ വരെ എത്തി. അപ്പം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ തരണം. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ആണോ? പോഞ്ഞിക്കര പോലെ. പോഞ്ഞിക്കര അങ്ങനെയാണോ? അല്ല, മ്യൂസിക് വിത്ത് മെമിക്രി. അതായത് മ്യൂസിക്കും മെമിക്രിയും കൂടെ കോർത്തിണക്കാനുള്ള ഒരു ശ്രമമാണ്. ശരി, ഓക്കെ. ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കോർത്തിണക്കി നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? സ്റ്റേജിൽ ചെയ്ത് പരിചയമുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടിയിട്ട് അരുണിന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നന്നായിട്ട് കൈയടിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഓഡിയൻസ് റെഡിയാണ്, ഞങ്ങളൊക്കെ റെഡിയാണ്. കാണാം നമുക്ക്. ഇപ്പോൾ ആദ്യമായി നമുക്ക് ഒരു ഫീമെയിൽ വോയിസിലൂടെ തന്നെ തുടങ്ങാം. ഓക്കെ, ഒരു പ്രേതഗാനമാണ് കേട്ടോ. ആ ശരി. എന്താണ് അടുത്തത്? വീണ്ടും അടുത്തതായിട്ട് ഈ ഗാനം കേട്ട് നമ്മുടെ ഇടയിലേക്ക് എത്തുകയാണ് പത്മശ്രീ കമലഹാസൻ. ഓക്കെ, കമലഹാസൻ ലൈവായിട്ട് വരികയാണ്. எல்லோருக்கும் வணக்கம். வணக்கம். பொதுவாக நான் இடைக்கென்றும் சென்று பேசுறதை கிடையாது. இன்னைக்கு இங்கே வந்திருக்க அப்படின்னா சத்தியமாக உங்கள் அனைவரையும் பார்ப்பதற்காகவும் பேசுறதுக்காகவும் மட்டும்தான். எங்கே நிற்கும்போது எனக்கு கிட்டத்தட்ட 20 வருடங்கள் முன்னாடி போன மாதிரி இருக்கு. அதெல்லாம் பேசிட்டே இருக்கலாம். ரொம்ப நன்றி, വണക്കം. അപ്പോൾ ഈ കമലഹാസൻ അഭിനയം മാത്രമല്ല പാട്ടും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പാടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കമലഹാസനും ജാനകിയമ്മയും ചേർന്നുള്ള ഒരു ഗാനത്തിൽ കൺമണി அன்போட காதலன் நான் எழுதும் கடிதாசு லெட்டர்ஸ் கடிதமே போட்டுக்கோ படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. அவட பாட்டவோ படிச்சுட்டியா? அடுத்தது பொன்மணி போட்டுக்கோ. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கே சௌக்கியமே. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. ஒன்று நினச்சி பார்க்கும்போது கவிதை ஆர்வி மாதிரி ஓட்டுது. ஆனால் எழுதும் போது தான் உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது. അതേതാ അഭിറാമി. അത് മെയിലും ഫീമെയിലും ആ പെട്ടെന്ന് ട്രാൻസിഷൻ വന്നിട്ട് പോലും നമുക്ക് അത് ഫീൽ ചെയ്യാണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു. വെരി ഗുഡ്. അപ്പോൾ എത്തുകയാണ് വീണ്ടും തമിഴകത്തുനിന്ന് തന്നെ വില്ലൻ പ്രകാശ് രാജ്. ഓക്കെ, ചലോ I love you டா. டேய் அழமாட்டேன். அழுந்தா துக்கம் வெளியே போயிடும். துக்கம் வெளியே போகக்கூடாது. உள்ளே இருந்து கரத்திக்கே எச்சலோ I love you டா. Thank you. വെരി ഗുഡ്. അപ്പോൾ വീണ്ടും ഒരു ഗാനവുമായി എത്തുകയാണ് നമ്മുടെ മൺമറഞ്ഞു പോയ കറുത്തുമുത്ത് മണിച്ചേട്ടൻ്റെ. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ? പേടിയാകില്ലേ? കൂട്ടിന് ഞാനും വന്നോട്ടെ. വീണ്ടും തമിഴകത്തുനിന്ന് വീണ്ടും വരികയാണ് വിജയ്, ഇളയ ദളപതി വിജയ്. மியூசிக்கை பற்றி எனக்கு என்ன தெரியுமா? விட்டுறக்கணுமா பற்றி தெரியல. ஹே, தமிழ்நாட்டில் என்னை பார்த்து யாருன்னு கேட்டுற போது ஆளு நீ தான் உன தனியாக கவனிச்சுக்கிறேன்னா போய் சொல்லுங்க ராஜேந்திரன். எங்கே எல்லாரும் எனக்கு மாமனுங்க மச்சனுங்க அவனுக்குண்ணா അവനൊക്കെ. അടിപൊളി. വിജയ് പാടുന്നുണ്ടോ? ഇനി വിജയ് പാടുന്നില്ല. വിജയ് ആണെങ്കിൽ നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. വിജയ് കൊണ്ടും കൂടി ഇനി അടുത്ത പ്രാവശ്യം പാടിക്കണം കേട്ടോ. തീർച്ചയായിട്ടും വിജയ് അടുത്ത പ്രാവശ്യം പാടുന്നതായിരിക്കും. വീണ്ടും വിജയ് വന്നു കഴിഞ്ഞാൽ അടുത്ത് സിംഗം സൂര്യ ആയിരിക്കും. സിംഗം സൂര്യയിലേക്ക് നമുക്ക് പോകാം. അപ്പാ
இப்போ யார் மேலே கம்ப்ளைண்ட் போட போகிறேன்? காக்கா மேல கரண்ட் மேலையா? கரண்ட் மேலே கம்ப்ளைண்ட் போட்டுட்டு அது கையில் பிடிக்க முடியாது, உள்ள தள்ள முடியாது. டொண்டு செய் காக்கா மேலே கம்ப்ளைண்ட் கொண்டு நல்லா பிடிப்பார் காக்கா. താങ്ക് യു. ഗുഡ് ജോബ്. അപ്പോൾ വീണ്ടും മലയാളത്തിൽ നിന്ന് ഒരാൾ എത്തുകയാണ്. നമ്മുടെ നെൽസൺ ചേട്ടൻ്റെയൊക്കെ സുഹൃത്തായ നോബി. നോബി ചേട്ടൻ്റെ വോയിസ് ഉണ്ട്, ചെയ്യാൻ ശ്രമിക്കും. അളയാ എടാ സാബു അടട്ട പൊണ്ടാ ചിരിച്ച് പണി തീർന്നിട്ടുണ്ടാവും. ഞാനവിടെ വിളിച്ചപ്പോഴേ അവൻ പറയാണ്ട് വെഞ്ഞാറം വീട് മലക്കറി മേടിക്കാൻ നിൽക്കണം. എൻ്റെ പൊണ്ടാ നീക്ക് വാ, വിറ്റാണെന്നാ വിറ്റ്. താങ്ക് യു. അപ്പോൾ വീണ്ടും തമിഴകത്തു നിന്ന് എത്തുകയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്. பெரியவங்களே, தாய்மார்களே, என்னை வாழ வைத்துக் கொண்டிருக்க தமிழ் ரசிக மக்களே, எல்லாம் ஃபோன் பண்ணி சொன்னாங்க இந்த மாதிரி ஒரு திருவிழாவுக்கு நீங்க வரணும். நான் சொன்ன வர முடியாது, உடம்பு சரியில்லை, டிராவலிங் ஆகாது, நீங்க வந்தா மட்டும் போதும். கண்ணா, மேக்கப் போடாத பிகரும் பஞ்சர் அட்டாத டயரும் ரோட்ல வந்து சரித்திரமே கிடையாது. കബാലിഡ. താങ്ക് യു. അപ്പോൾ അടുത്ത ഒരു ഗാനവുമായി എത്തുകയാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ ഒരു സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ട് അദ്ദേഹം ഒരു ഗാനവുമായി എത്തുന്നു. ഓക്കെ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓ സൂപ്പർബ്, ഗംഭീരായിരുന്നു, അസൽ. താങ്ക് യു. അപ്പോ എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ലാൻഡ് ചെയ്തതും അതുപോലെ ഒരു മികച്ച പെർഫോമൻസിലായിരുന്നു. വെരി ഗുഡ് ജോബ്. അരുൺ, എന്താണ് കമന്റ്സ് പറയാനുള്ളത്? എന്ത് പറയാനാ, അടിപൊളി, തകർത്തു അല്ലേ? നല്ല പെർഫോമൻസ് ആയിരുന്നു. കമലഹാസൻ സാറിന്റെയും ജാനകി അമ്മയും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇല്ലേ, അത് ഒറിജിനൽ ആയിരുന്നു, ഡിറ്റോ. പിന്നെ ദാസാറിന്റെ ശബ്ദം ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് അവതരിപ്പിക്കും. ഇപ്പൊ ദാസാറിന്റെ ശബ്ദം ഒരുപാട് പേര് അനുകരിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഏറ്റവും പ്രയാസമുള്ളൊരു മലയാളികൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ശബ്ദമാണ് ദാസാറിന്റെ ശബ്ദം. എപ്പോഴായാലും അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ ഇടയിൽ കടന്നു പോകത്തില്ല. വളരെ മനോഹരമായിരുന്നു, സൂപ്പർ ആയിരുന്നു, ചെയ്തതെല്ലാം അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു. എനിക്ക് വിജയുടെയും സൂര്യയുടെ ഒക്കെ പക്കയായിരുന്നു. പക്ഷെ സൗണ്ട് ഇച്ചിരി കുറവായിരുന്നു. അല്ല, നമുക്കിവിടെ ഇപ്പൊ കേൾക്കാം, പക്ഷെ അതെല്ലാം പക്ക, ആ സ്റ്റൈലെല്ലാം കറക്റ്റ് ആയിരുന്നു, ആ മീറ്ററുകളെല്ലാം കറക്റ്റ് ആയിരുന്നു. സൗണ്ട് എങ്ങനെയുണ്ടായിരുന്നു? നോബിയുടെ സൗണ്ടിലല്ലോ ആരും പറയുന്നത്, ചിരിയല്ലേ? നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ. മൊത്തത്തില് സൂപ്പർ ആയിരുന്നു. അപ്പം അരുൺ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. ഇനി അരുണിന്റെ വോയിസിൽ തന്നെ ഒരു പാട്ട് പാടുമോ? ഓക്കെ, തീർച്ചയായും. കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണി ശംഖുകളായി, കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ. ഓ സൂപ്പർബ്, അടിപൊളി അടിപൊളി, തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കലാകാരനാണെന്നുള്ള അവസാനം പാട്ടും കൂടെ പാടി അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പൊ ഇനിയും നമുക്ക് കണ്ടുമുട്ടാം അരുൺ. ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ. താങ്ക് യു.